ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ തരൂർ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കിയിരുന്നു. അദ്ദേഹം NSS ആസ്ഥാനത്ത് പോകുന്നു, കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നു, പാണക്കാട് പോകുന്നു, ലീഗ് നേതാക്കളുമായിട്ട് അങ്ങനെ മുന്നണി ബന്ധം ഉറപ്പിക്കുന്നു, കൂടുതൽ പേരുടെ പിന്തുണ തേടുന്നു. യൂത്ത് കോൺഗ്രസിലും മറ്റുമൊക്കെ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു എന്നതൊക്കെ കണ്ടു. പക്ഷേ അതൊക്കെ വിട്ടിപ്പോൾ തരൂർ BJP പാളയത്തിൽ എത്തിയിരിക്കുന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാണിക്യം ടാഗോർ വീണ്ടും അദ്ദേഹത്തെ പക്ഷി ട്വീറ്റുമായി ബന്ധപ്പെടുത്തി ഒന്ന് വിമർശിച്ചിട്ടുണ്ട്. BJPയുടെ തത്തയായി മാറി തരൂർ എന്ന നിലയിലാണ്. അങ്ങനെ ഒരു മാറ്റം തരൂരിൽ ഉണ്ടായിട്ടുണ്ടോ? താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? തരൂരിൻ്റെ മാറ്റം വളരെ പ്രകടമാണ്. തരൂരിൻ്റെ സംസാരത്തിലും പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളിലും ഫേസ്ബുക്ക് മെസ്സേജുകളിലും ഒക്കെ അത് കാണാം. അത് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം, ദേശീയത എന്നീ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു BJP ലൈനിലുള്ള ഒരു രീതിയാണ്, സംസാര രീതിയാണ്. ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻറ്റും കൂടിയാണ്. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹം അത്ര കണ്ട് പൊളിറ്റിക്കലായിട്ടല്ല ചിന്തിക്കുന്നത്, അത്ര കണ്ട് പൊളിറ്റിക്കലായിട്ടല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത്, പറയുന്നത്, കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നതാണ് അതിന് കാരണം. അത് പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് അറിയാം, നന്നായിട്ട് അറിയണം. അദ്ദേഹം വളരെ ബുദ്ധിയുള്ള ആളാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യവും തന്നെയാണത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം വർക്കിംഗ് പ്രവർത്തക സമിതി അംഗമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ തരൂർ ഇങ്ങനെ അന്താരാഷ്ട്ര വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ ഭരണകക്ഷിയെക്കുറിച്ചാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയുടെ നേതാവ് പറയുന്നത് ശരിയല്ല, രാഷ്ട്രീയമായിട്ട് ഒട്ടും ശരിയല്ല, അത് സംശയമൊന്നുമില്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണത് പറയുന്നത്. പക്ഷേ അത് പറയാനൊരു കാരണങ്ങൾ പലതാണ് തരൂരിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം തരൂർ ഇപ്പോഴും വളരെയധികം ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വില അറിയാം. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിൻ്റെ വില അറിയാതെ പോയി, മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് തന്നെയല്ല, ഇദ്ദേഹം ഒന്നും വളർന്നു വന്നാൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടത്തില്ല എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയുണ്ട്. ഡൽഹിയിലെ കാര്യം പറയുകയും വേണ്ട. അതുകൊണ്ട് ശശി തരൂരിനെ അധികാരത്തിലേക്കെന്നല്ല, ഒരു പ്രസംഗവേദിയിലേക്ക് പോലും അടുപ്പിക്കാൻ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറായിട്ടില്ല. അകറ്റി നിർത്തുക അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്. ലോക്സഭാ അംഗമാണ്. ലോക്സഭാ അംഗമായ ശശി തരൂരിനെ ലോക്സഭയിൽ നിന്ന് പ്രസംഗിക്കാൻ വേദി കൊടുക്കില്ല. അതൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടി നിർബന്ധമായിട്ട് തരൂരെങ്ങനെ പ്രസംഗിക്കണ്ട, തരൂരെങ്ങനെ ആളാകണ്ട എന്ന് പറയുന്നവർ ഒരിക്കലും തരൂരിൻ്റെ എന്നല്ല ആളാകാനേ പറ്റാത്ത നേതാക്കന്മാരാണെന്ന് ഓർക്കണം. കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതാണ് കോൺഗ്രസിൻ്റെ ശാപം. ഇന്ന് കോൺഗ്രസിൻ്റെ ശാപം എന്ന് പറയുന്നത് തരൂരിനെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല, ഒരു ആളത്വമില്ലാത്ത, ഉയർച്ചയില്ലാത്ത, വലിപ്പമില്ലാത്ത നേതാക്കൾ. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ആ നേതാക്കളാണ് കോൺഗ്രസിനെ പോലെ ശശി തരൂരിനെ പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ വേണ്ട എന്ന് പറയുന്നത്. വളരെ നിർഭാഗ്യകരമാണിതെല്ലാം. ഞാൻ എപ്പോഴും ശശി തരൂരിനെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നയാളാണ്, ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ശശി തരൂരിൻ്റെ സംസാരം ഒരിക്കലും രാഷ്ട്രീയമായി ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന്, ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൻ്റെ ആളാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്, നേതാവാണ്, സമുന്നതനായ നേതാവാണ്. പക്ഷേ ആ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇത് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ജോലി അതല്ല, അദ്ദേഹത്തിൻ്റെ കർമ്മം അതല്ല. ആ കർമ്മപഥം തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലിരിക്കാൻ അർഹതയില്ല. എന്നിട്ട് അദ്ദേഹം BJPയിൽ പോകുമെന്നോ, നാളെ നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിക്കുമെന്നോ, കാവിക്കൊടി പൊതിക്കുമെന്നോ, കാവിക്കൊടി എന്തിയ സ്ത്രീയെയും കൊണ്ട് നടക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല, അങ്ങനെ കണക്കാക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. ആത്യന്തികമായിട്ട് കുറേ ദിവസങ്ങളായി ശശി തരൂരിൻ്റെ ക്ലാരിറ്റി അദ്ദേഹത്തിന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം
ശശി തരൂരിന് കൈമോശം സംഭവിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ശരി, തിരുത്താൻ കഴിയുമെങ്കിൽ അദ്ദേഹം തിരുത്തേണ്ടതുമാണ്. ജേക്കബ് ജോർജ്, ഈ വോട്ട് വൈബിന്റെ സർവേ ഫലം റീട്വീറ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ അവകാശവാദം ഉറപ്പിക്കുക എന്നതാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി നോക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പയറ്റുന്ന തന്ത്രമല്ല അദ്ദേഹം ഇപ്പോൾ പയറ്റുന്നത്. ഈ തിരുവനന്തപുരത്ത് ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാൻ കഴിയുമെന്ന് തരൂർ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഹമാസ് പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. നേരത്തെ എല്ലാവരും ഏറെക്കുറെ എംപിമാർ 1,00,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ കഷ്ടിച്ച് കടന്നുകൂടി എന്ന ഒരു സാഹചര്യമൊക്കെ ഇരിക്കുന്നു. മാത്രവുമല്ല, നിലമ്പൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അപ്രസക്തനായി തരൂർ മാറുന്ന സാഹചര്യമൊക്കെ. അപ്പോൾ പോലും കേരള രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണത്തിനാണ് തരൂർ തയ്യാറെടുക്കുന്നതെങ്കിൽ നേരത്തെയും പിണറായി സ്തുതി നടത്തിയ ശീലമുള്ള തരൂർ ആ വിധത്തിൽ ശ്രമിക്കാമല്ലോ. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല. മോദി സ്തുതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് തരൂർ ചെയ്യുന്നത് എന്നതുകൊണ്ട് കേരളം എന്ന ലക്ഷ്യം തരൂർ ഉപേക്ഷിച്ചു. ഡൽഹി കേന്ദ്രീകരിക്കുന്നു തരൂർ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ശശി തരൂർ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാനം ആഗ്രഹിച്ച് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചതായിട്ടറിയില്ല. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ചിലരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. പിന്നെ ഹമാസ് പരാമർശം കേരളത്തിലെ നേതാക്കളെയൊക്കെ അദ്ദേഹം പോയി കാണുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഹമാസ് പരാമർശം അത് മുസ്ലിം ലീഗ് പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, സഹകരിക്കാൻ തയ്യാറുമാണ് ഇപ്പോഴും മുസ്ലിം ലീഗ്. കാരണം മുസ്ലിം ലീഗിന് എന്തുകൊണ്ടും അടുത്ത ഭരണം കിട്ടിയാലേ പറ്റൂ. അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് രണ്ടാം കക്ഷിയായ മുന്നണിക്ക് ഭരണം കിട്ടണം. അതിനുവേണ്ടി എന്ത് നീക്കം നടത്താനും മുസ്ലിം ലീഗ് തയ്യാറാണ്. കാരണം മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിരുന്ന് മടുത്തു. ഭരണം കിട്ടിയാലേ പറ്റൂ. അധികാരത്തിൻ്റെ ശീതള ഛായയില്ലാതെ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാനാവില്ല. കോൺഗ്രസിനും ആവില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം തന്നെ. ഇത് ശശി തരൂരിൻ്റെ വിഷയം ഒന്ന് മാത്രം. പക്ഷേ ശശി തരൂർ അദ്ദേഹം ഈ പറയുന്നത് പോലെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടണമായിരുന്നു, ഒരു പ്രസക്തി കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കാൻ പോലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം തയ്യാറല്ല. നിസാം സെയ്ദ് പറഞ്ഞതുപോലെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നോക്കിക്കേ, ദേശീയ നേതൃത്വം അങ്ങേയറ്റം ദുർബലമാണ്. ആ ദുർബലമായ നേതൃത്വത്തിന് ശശി തരൂരിനെ പോലെ പ്രസക്തിയുള്ള, ശക്തനായ, കരുത്തനായ, നന്നായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു നേതാവിനെ സഹിക്കാൻ പറ്റത്തില്ല. അതുതന്നെയാണ് അവിടെ പ്രശ്നമായത്. ഇത് ശരിക്കും പറഞ്ഞാൽ കപിൽ സിബലിനെ പോലെ, ഗുലാം നബി ആസാദിനെ പോലെ എത്രയോ നേതാക്കന്മാർ, നല്ല ഒന്നാന്തരം നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് പോയി. അവരെയൊക്കെ വിട്ടതെന്തിനാണ്? നിങ്ങൾ പൊയ്ക്കോട്ടെ, അവർ പോട്ടെ എന്ന് പറഞ്ഞെന്താ? ഞങ്ങൾക്കൊന്നും കൂടെ വലിയ ആകാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കരുതിയത് എല്ലാം വളരെ ഉയരം കുറഞ്ഞ, ഒരു ശക്തിയുമില്ലാത്ത, ദുർബലരായ കുറേ നേതാക്കന്മാരുടെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയിരിക്കുന്നു. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അതുകൊണ്ട് ശശി തരൂരിനെ പോലെ ഈ ആഗോള പൗരനെന്നൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ കുറേ പേരൊക്കെ. അവരൊക്കെ കളിയാക്കുന്നത് എന്താണ്? ശശി തരൂരിനെ പോലെ തലയെടുപ്പുള്ളൊരു നേതാവ് തല ഉയർത്തി അമേരിക്കയിലും ജർമ്മനിയിലും ലണ്ടനിലുമൊക്കെ പോയി പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഇച്ചിരി കൊതിക്കറുമൊക്കെ ആയിട്ട് നടന്നിട്ട് അദ്ദേഹത്തെ പരിഹസിക്കാൻ നോക്കുന്നത്, അദ്ദേഹം ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അവരുടെ തൊഴിലാക്കി മാറ്റി. അതുകൊണ്ട് മടുത്തായിരിക്കണം ശശി തരൂർ ഇതിനൊക്കെ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ നിലപാട് അദ്ദേഹം എടുക്കുന്നത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല എന്ന കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ദേശീയത, രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് അപകടം പിടിച്ച വാക്കുകളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിൽ. അപകടം പിടിച്ച വാക്കുകളാണ്. അത് കോൺഗ്രസ്സുകാർ പ്രയോഗിക്കരുതാത്തതാണ്. കോൺഗ്രസ്സുകാരുടെ പദപ്രയോഗങ്ങളല്ല അത്. നെഹ്റുവിയൻ സാമ്പത്തിക ശാസ്ത്രം, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് രീതി, സോഷ്യലിസ്റ്റ് ഭരണക്രമം, അതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം തുടങ്ങുന്നത് അവിടെയാണ്. ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കാൻ തുടങ്ങിയ ജവഹർലാൽ നെഹ്റു എന്ന വലിയ നേതാവ്, അങ്ങേയറ്റം ഉയർന്ന ലോകമെങ്ങും നിറഞ്ഞു നിന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് കോൺഗ്രസ്സിന് നൽകിയ മികച്ച വലിയ സംഭാവനകൾ, ആ സംഭാവനകളെ തിരസ്കരിക്കുന്ന രീതിയിലേക്കാണ് ശശി തരൂർ
സംസാരിക്കുന്നത് ആ വർത്തമാനം ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നതല്ല എന്ന് തന്നെയാണ് സത്യം. ആ സത്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. ശരി, ശ്രീ കെ ഷാജി, ഇവിടെ ഇപ്പോൾ തരൂർ BJP പാളയത്തിൽ എന്ന നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോഴും BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് തൻ്റെ മുന്നിൽ ആപ്ലിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല എന്നാണ്. ഇന്ന് BJPയുടെ ഭാരവാഹി പട്ടിക പുറത്തു വരുമ്പോൾ മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് അവർ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ നൽകി അക്കോമഡേഷൻ നൽകുന്നു, അല്ലെങ്കിൽ BJPയിലെത്തിയ പ്രമുഖർക്ക് അക്കോമഡേഷൻ നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സന്ദേശമാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പുകൾക്ക് BJP ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്ത് എന്നാണ് മനസ്സിലാകുന്നത്. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നു, ആ സാഹചര്യമൊക്കെ നിൽക്കുന്നു. അപ്പോൾ BJPയിൽ വരുന്നവർക്ക് സ്ഥാനമാനങ്ങളുണ്ട്, അവർക്ക് അർഹമായ പരിഗണനയുണ്ട് എന്ന സന്ദേശം തരൂരിന് കൂടി ഉള്ള സന്ദേശമായി നമ്മൾ കാണണമോ? നമ്മളിവിടെ നോക്കുക, തീർച്ചയായിട്ടും BJPയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും അതിന്റെ സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന പ്രസിഡന്റോ അറിഞ്ഞോളന്നില്ല. ഇപ്പൊ ശശി തരൂരിനെ പോലെ നമ്മളിപ്പോ പറയുന്ന കുറെ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു വലിയ വിശ്വപൗരനാണ്, വലിയ ആളാണ്, വലിയ സംഭവമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഡീൽ ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന് നേരിട്ടാണ്, അല്ലാണ്ട് സംസ്ഥാന പ്രസിഡന്റോ ഇവിടുത്തെ ആളുകളോ അല്ല. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ അനുമാനത്തിന് വലിയൊരു പാക്കേജാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ നയം കൈകാര്യം ചെയ്യുന്നതിൽ വലിയൊരു വാക്വമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാവുന്നു, രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ BJPയുടെ പ്രതിച്ഛായ മോശമാവുന്നു. ഈ സാഹചര്യത്തിൽ BJPക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമൺ സെൻസ് ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ അറിയുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്തുതിപാഠകർ പറയുന്ന പോലെ ഗംഭീരമായി ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് താൻ തന്നെയാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം ചില ഹിന്ദികൾ കൊടുക്കുന്നത്. കാരണം കോൺഗ്രസും അല്ലെങ്കിൽ മതേതര പാർട്ടികളും പറയുന്ന ദേശീയതയ്ക്കപ്പുറത്ത് BJPയുടെ ദേശീയത തനിക്ക് ഓക്കെയാണെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിക്കെതിരെ പുസ്തകം എഴുതിയ ആളാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ ഈ അടിയന്തരാവസ്ഥക്കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത്. നിരക്ഷരനായിട്ടൊരു മനുഷ്യനോ രാഷ്ട്രീയമായിട്ട് നിരക്ഷരനായിട്ടുള്ള ആളൊന്നുമല്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വന്നാണ്. അദ്ദേഹം വന്നതിന് ശേഷം കോൺഗ്രസിനൊന്നും കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വരുന്നതിന് മുന്നുള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നു, കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയി, ഇത് ശരിയല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് BJPയുടെ ദേശീയതയാണ് തന്റെ ദേശീയത. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഇടതുപക്ഷ സമീപനം, സാധു മനുഷ്യരോടുള്ള മനോഭാവം, ജനങ്ങളോടുള്ള മനോഭാവം അതല്ല തന്റെ മനോഭാവം. തന്റെ മനോഭാവം നിയോ ലിബറലുകളോടും അദാനിയെ പോലുള്ള ആളുകളോടും അവരോട് ഒട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് തന്റേത്. അങ്ങനെ BJPക്ക് സ്വീകാര്യ ഏതൊരർത്ഥത്തിലും സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, സാമൂഹിക കാര്യങ്ങളിലാകട്ടെ, ചരിത്രവും ദേശീയതയും സംബന്ധിച്ച കാര്യങ്ങളിലാകട്ടെ, അന്താരാഷ്ട്ര വിഷയങ്ങളിലാകട്ടെ BJPക്ക് പറ്റിയ ആളായിരിക്കും, അല്ലെങ്കിൽ താൻ ഇനി മേലാൽ ഒരു ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിരിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് അവർക്ക് കൊടുത്തത്. ഒപ്പം തന്നെയാണ് ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ 50-ാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ BJP വളരെ കൃത്യമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ് അടിയന്തരാവസ്ഥ. ആ സംഭവത്തിൽ BJP കൂടുതൽ അവർ പറയുന്ന കാര്യത്തിൽ കുറച്ചും ക്രെഡിബിലിറ്റി കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം കൂടി അദ്ദേഹം സ്വയം വിനീത വിധേയനായി BJPയുടെ കൂടെ പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പുഷ് കോൺഗ്രസിൽ നിന്ന് കൊടുക്കണം. കാരണം നിങ്ങൾ അങ്ങോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തള്ളി അവിടെ എത്തിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു അവഗണിക്കുന്ന ഒരു രീതിക്ക് അതൊരു രാഷ്ട്രീയമാണ്, അവഗണനയുടെ രാഷ്ട്രീയം. അപ്പൊ ആളുകൾ പറയുന്നു കോൺഗ്രസ് വളരെ ദുർബലമായി, കോൺഗ്രസിന്റെ അഗ്ര നേതൃത്വം ദുർബലമായി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഉദാഹരണമാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകളെയാണ്. അവരെന്ത് ഭക്തരമായ കാര്യമാണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ സംവിധാനത്തെ തകർക്കുന്നതിന് വളരെ കൃത്യമായ സമീപനമെടുത്ത ആളുകളാണ്. പക്ഷേ കപിൽ സിബൽ വേറെ ഒരാളാണ്. അദ്ദേഹം ഇന്നും കോൺഗ്രസിനെ പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് പുറത്തു പോയതേ ഉള്ളൂ. പക്ഷേ ഈ ശശി തരൂരിനെ പോലെ, ഈ ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകള് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോൺഗ്രസ് ബാക്കിയുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കോൺഗ്രസ് ആയിരിക്കും ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ഒക്കെ പ്രതീക്ഷ. കാരണം ശശി തരൂർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അദ്ദേഹം അംബേദ്കറെ കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിലേക്ക് അവർ ക്ഷണിച്ചു പോയിട്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ ആളാണ്. ആ മനുഷ്യനാണ് ഇന്ന് ഇതിനെല്ലാം തന്റെ തന്നെ ഒരു സമീപ ഭൂതകാലത്തെ മൊത്തത്തിൽ റദ്ദ് ചെയ്തുകൊണ്ട് BJPക്ക് അനുകൂലമായി സംഘപരിവാറിന്റെ നരേറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പോണ്ടേ? ഇപ്പൊ ചില ആളുകളെ തടഞ്ഞു വെക്കുന്നതിനൊന്നും കാര്യമില്ല.